ഹലോ സുഹൃത്തുക്കളെ, എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷമൊക്കെ? ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഇനി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാണ്. കുറേ ദിവസങ്ങളായി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. ഞങ്ങളൊരു വയനാട് ട്രിപ്പ് അടിക്കുകയാണ് ഫാമിലി ആയിട്ട്. ഒരു ചെറിയൊരു വീഡിയോ ഞങ്ങൾ ഇടാൻ പോവാണ്. അപ്പോൾ ഓക്കെ, വയനാട് ട്രിപ്പ്, ഞങ്ങളെ ട്രിപ്പും കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ, കാണാം. ഞങ്ങളിൽ ഒരാള് ഛർദിക്കാൻ ഇറങ്ങിയിരിക്കുന്നു അല്ലേ? ലച്ചോ, ആര് ഛർദിക്കാൻ പോയത്? ആർക്ക് ഛർദിക്കാൻ വീണില്ല? ഒറ്റക്ക് നിക്കല്ലേടി, ഓളിയും കൂട്ടി. എന്നാ ഉച്ചുമ്പാ, ബാ ബാ ബാ. എന്റെ മോഹൻ കാണുന്നുണ്ട്. ഈ ഭയങ്കര പ്രശ്നത്തിലെങ്കിലും മോഹൻ കാണിച്ചണ്ട. എന്റെ മോഹതിൽ കാണുന്നുണ്ട്. യാതൊരു പ്രശ്നം ഞാൻ അതൊക്കെ അപ്ലോഡ് ചെയ്യും. കണ്ട് കാര്യം ഉണ്ടാവില്ല. ഇച്ചോ, ആ അപ്പൊ എന്നെ കുട്ടി, എന്നെ കുട്ടിയിലാണല്ലോ പരാതി ഇല്ലല്ലോ. അപ്പൊ ഇച്ച് മഞ്ചില്ല, അപ്പച്ചിക്ക് മഞ്ചില്ല. എവിടത്തെ കവറോ? എവിടെ മുട്ടായി വേണോ? കവറല്ല, മുട്ടായി എടുത്തു തരണം. ഇപ്പച്ചി വണ്ടി വിട്ടല്ലേ. ഇതാക്കുണ്ട് ബ്ലോക്ക് കേട്ടോ. ബ്ലോക്ക് അങ്ങനെ നേരെ കിടക്കുകയാണ് മക്കളെ. എന്തായാലും വരും ബ്ലോക്ക് കേട്ടോ. സംഭവം അറിയണില്ല, സംഭവിക്കണതൊന്നും അറിയില്ല. ഇവിടുത്തെ മെയിൻ കാരണം എന്താ വെച്ചാല് റോഡിന് വീതില്ല. അപ്പം വണ്ടികള്, ഒരു വലിയൊരു വണ്ടി അവിടുന്ന് വന്നു കഴിഞ്ഞാല് ഇവിടുത്തെ വണ്ടിയാക്കും അവിടുത്തെ വണ്ടിയാക്കും വരാൻ പോകാൻ പറ്റാത്തൊരവസ്ഥ. വണ്ടിയാണെങ്കിൽ വല്ലാത്ത താഴത്തേക്ക് ഇറക്കാനും പറ്റൂല. കാരണം ഇവിടെ ഭയങ്കര ഒരു എഡ്ജാണ്, പിന്നെ കുണ്ടാണ്. ഭയങ്കര എഡ്ജാണ്, അവിടെ ഇറക്കാനും പറ്റില്ലേ. ഭയങ്കര സീനാണ്. അങ്ങനെ ഞങ്ങളെ വയനാടിൻ്റെ ഭംഗി അങ്ങനെ ആസ്വദിച്ചു കൊണ്ട് യാത്ര തുടരുകയാണ്. ഇപ്പം ഞങ്ങൾ ഏകദേശം വൈത്തിരി റിസോർട്ടിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. ഏതായാലും നല്ലൊരു അടിപൊളി കാറ്റാട്ടോ. അത് കയറി നോക്കി. ഏതായാലും മലയണ്ണ, ഞങ്ങളൊരു മലയണ്ണാനെ കണ്ടു. മലയണ്ണാനെ സുഹൃത്തുക്കളെ, അപ്പം ഞങ്ങളേ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന റിസോർട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ ഞങ്ങൾ ഇങ്ങനെ കാണിക്കാം. സെറ്റപ്പുള്ള ഒരു നമ്മുടെ താഴെട്ടാണോ റൂമ്? ഓക്കെ ഓക്കെ. ആ ആ അപ്പോ റൂമിൽ വന്ന് അപ്പോ കഴിഞ്ഞതിന്റെ ശേഷം ഇതാക്കണേ. ഇവർക്ക് റൂം അടിപൊളിയായി പറ്റിക്കണേ. നിച്ചു ആദ്യമായിട്ടാണ് ഇങ്ങനെ റൂമിലൊക്കെ ഒരു എൻജോയ് ചെയ്യണത്.
നിങ്ങൾ അങ്ങനെ ചാടിക്കഴിഞ്ഞാ ഫിലു ചാടും കേട്ടോ. ഫിലു വീയും. ഫിലൂഷേ ഹായ്, എങ്ങനെയുണ്ട്? മതി 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 മതി, അങ്ങനെ ചാടാൻ പാടില്ല. മതി മതി. എന്തത്? അയ്യോ ലെറ്റ്സ് ഹായ്. നോക്ക് നോക്ക് നോക്ക്. അപ്പൊ നമ്മള് റൂമിൽ വന്നു അല്ലേ? എങ്ങനെയുണ്ട്? അടിപൊളിയാ? എങ്ങനെയുണ്ട് പറയും? എങ്ങനെയുണ്ട്? സൂപ്പറാ? നിച്ചു പറയും എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ. ഓക്കെ. ഇതിന്റെ ഉള്ളില് ഇതാണ് കുളിക്കാനുള്ള സൗകര്യങ്ങള്. ക്ലൈമറ്റ് ആണോ വന്നപ്പോ അടിപൊളി. നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ്. നല്ല തണുപ്പുണ്ട്. ഇനിയിപ്പോ ബാക്കിയുള്ള കാര്യങ്ങൾ വന്നിട്ടല്ലേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് അറിയിക്കാം. എന്നാ പാടങ്ങനെ കിടക്കുക. ചായ ഉണ്ടായി കാട്ടി. ഏത് ചായ വേണം? ചായ ആരൊക്കെ ചായ ഉണ്ടാക്കി തരാ? ഇല്ല ജി ചായ ഉണ്ടായി കാട്ടിക്ക. എന്താണിത്? എന്തിന്റെ ഉള്ളിലാണ് ഈ കിടക്കണത്? അത്രേ കിടക. ഹായ് ഫിലൂസ്, ഇങ്ങോട്ടേക്ക. ഞമ്മക്ക് ഇവിടെ ആടാൻ പറ്റും അല്ലേ? അല്ല പിന്നെ ഞമ്മക്കാരെ പറ്റില്ലാർന്നേ. അങ്ങനെ ഫിലൂസും ആടൽ തുടങ്ങി. ഒന്നും നോക്കില്ല, ഞമ്മളും ആടൽ തുടങ്ങിട്ടോ. എല്ലാരും പാടെ എങ്ങനെ ഇവിടുത്തെ ഒരു നൈറ്റ് വ്യൂ. ഇവിടെ അത് സ്വിമ്മിംഗ് പൂളിലേക്കൊക്കെ പോകുമ്പോൾ വയ്യാണ്. ജസ്റ്റ് നൈറ്റ് വ്യൂ. വാ പോട്ടെ പോട്ടെ, അങ്ങോട്ട് പോട്ടെ. പോട്ടെ പോട്ടെ. കളിച്ച് മുങ്ങി മുങ്ങി മുങ്ങി. അങ്ങനെ നീന്തലല്ല, അങ്ങനെ അങ്ങനെ നീന്തല്. നിങ്ങൾ ചാടി കളിച്ചാൽ മതി, ചാടി കളിച്ചാൽ മതി. അങ്ങനെ നീന്തല്. ഓ, ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളിന്റെ ഒരു എക്സ്പീരിയൻസ് കേട്ടോ. അടിപൊളി. അടിപൊളി നൈറ്റ് മോഡ് പൊളി, രക്ഷയില്ല. എടീ ആ കുട്ടികളെ നോക്ക്, അവിടെ നോക്ക്, ശ്രദ്ധിക്ക്. രക്ഷയില്ല കേട്ടോ, സൂപ്പറാണ്. അടിപൊളി തണുപ്പും. എന്ത് തണുപ്പ്, എന്ത് തണുപ്പ്, ഓള് നിച്ചോ ഓള് വള്ളത്തിൽ ചാടണം തൊയ്യില് തെളിയില്. ഇപ്പൊ നോക്കിയാ വള്ളത്തിൽ തീരെ പോയി. സ്വിമ്മിംഗ് പൂളിൽ ചാടുന്ന മഹൽ വ്യക്തികൾ പറഞ്ഞപ്പോ ഒരു ഇത്ര പ്രതീക്ഷ. നിച്ചാ എങ്ങനെയുണ്ട്? കോയിക്കള് മഴ കൊണ്ട പോലെ അവസ്ഥ. എന്തത് തണുത്തടക്കേറായിക്കട്. എന്താ നിച്ചോ ലച്ചോ നിങ്ങളെ ഈ വർത്താനം കേട്ടപ്പോളേ എന്തൊക്കെ ഇവിടെ മനം മറിച്ചെന്നൊക്കെ എഴുതി. ഇവിടെ ചാട്ടം പാടിയപ്പോ നിനക്ക് മതിയായില്ലേ? തണുത്ത് നിക്കണമൊക്കെ രണ്ടാളും.
ഇവിടുത്തെ ഫുഡാണ്. ഫുഡ് അടിപൊളിയാട്ടോ. ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റപ്പാണ്. നമുക്കെടുത്ത് കഴിക്കാം. ഓഹോ പരിപാടിയാണ്. എല്ലാ സെറ്റപ്പ് ഉണ്ട്. നമുക്ക് വേണ്ട ഭക്ഷണം എടുത്ത് കഴിക്കാം. എൻജോയ് ചെയ്യാം. സംഭവം അടിപൊളിയായിട്ടോ. നല്ല കഴിക്കും മധുരയിക്കണേ. അപ്പം എല്ലാ ഫുഡും ഐറ്റംസുകളും വെറൈറ്റി ഐറ്റംസുകളും സാധനങ്ങൾ എല്ലാം ഉണ്ട്. നമുക്ക് വേണ്ട എന്ത് വേണമെങ്കിലും എടുത്ത് കഴിക്കാം. പൊറോട്ട, നെയ്ച്ചോറ്, വെജ്, നോൺ വെജ് ഐറ്റംസുകളൊക്കെ ഉണ്ട്. അടിപൊളിയാട്ടോ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ചിക്കൻ സൂപ്പ് ഒന്ന് കുടിച്ചു നോക്കുക. 8 മണി ആ ടൈമിൽ വരണം. 8 മണിക്ക് ശേഷം വരണം. അല്ലാതെ വൈകരുത്. ഇവിടുത്തെ നൈറ്റ് വൈബ് അതൊന്ന് ആസ്വദിക്കേണ്ടത് തന്നെയാണ് കേട്ടോ. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളിനി റൂമിലേക്ക് തിരിക്കുകയാണ്. ഇവിടെ അത്യാവശ്യം സ്ഥലമൊക്കെ ഒന്ന് എൻജോയ്മെൻറ്റ് ചെയ്തു. ഞാൻ എങ്ങോട്ടാ പോണേ? ചാടിച്ചാനോ? എവിടെ ചായ? നിച്ചോ ഇങ്ങോട്ടോക്ക? എവിടെ ചായ? അറിയില്ലേ? ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇത് കാണിച്ചെന്ന് മാത്രം. എവിടെ കയറിക്കണേ? എവിടെ? മരത്തിന് മുകളിലോ? എവിടെ നിങ്ങൾ നിൽക്കണത്? എവിടെ കുരങ്ങ്? ആ കുരങ്ങാടുണ്ടല്ലേ. രാവിലെയും അവിടെ സ്വിമ്മിംഗ് പൂൾ കണ്ടപ്പോൾ അവർക്ക് വെള്ളത്തിൽ ചാടണം. ആയിക്കോട്ടെ, അതോടെ മതിയായി തോന്നുന്നു. ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. അത് ശരി, ഇറങ്ങി. ഇപ്പത്തെ തണുക്കുണ്ടോ? അപ്പം ഞങ്ങളെ ഹോം സ്റ്റേ കഴിഞ്ഞ് മടങ്ങണം. അപ്പം ഞങ്ങൾ ഇവിടുത്തെ സ്റ്റേ കഴിഞ്ഞു, ഞങ്ങൾ മടങ്ങുകയാണ്. നല്ല രാത്രിയൊക്കെ പെരും മഴയായിരുന്നു കേട്ടോ. ഇവിടെ ഫുള്ള് മഴയിന്. പിന്നെ എന്താ പറയുക, മഴ എന്ന് പറഞ്ഞാൽ രാത്രി തുടങ്ങിയിട്ട് നേരം പോൾക്കോളം മഴയിന്. അതുകൊണ്ട് എന്താ പറയുക, തണുപ്പാണ് വിട്ടു പോയിട്ടുമില്ല. എപ്പോഴും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. സ്റ്റേ സൂപ്പറായിരുന്നു.